2007 LDF സർക്കാരിന്റെ കാലത്തായിരുന്നു തിരുവനന്തപുരം തമ്പാനൂർ, തിരുവല്ല, അങ്കമാലി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. BOT വ്യവസ്ഥയിൽ പൊതുധനകാര്യ സ്ഥാപനമായ KTDFCയുമായി കരാറും ഒപ്പിട്ടു. 2 വർഷമായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി. എന്നാൽ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ടെർമിനൽ നിർമ്മാണത്തെ സംബന്ധിച്ച് LDF കാലത്തെ ഗതാഗത മന്ത്രിയും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നതിന് പിന്നാലെയാണ് നവകുമാറിനെ ചീഫ് എഞ്ചിനീയർ സ്ഥാനത്തു നിന്നും മാറ്റിയ വാർത്ത പുറത്തുവരുന്നത്. ടെർമിനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ വിജിലൻസ് KTDFCയിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് നവകുമാറിനെ പുറത്താക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. അതേസമയം KTDFC ഇത് നിഷേധിക്കുന്നു. KSRTC ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിലാണ് അന്വേഷണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയതെന്നുമാണ് ഇവരുടെ വിശദീകരണം. ഇതേ വാദം തന്നെയാണ് പുറത്താക്കപ്പെട്ട നവകുമാറും ആവർത്തിക്കുന്നത്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ, അന്നത്തെ ചെയർമാൻ, അന്നത്തെ ഈ ബോർഡ് മെമ്പേഴ്സ് എല്ലാവർക്കും എതിരായിട്ടും പിന്നെ അന്നത്തെ ചീഫ് എഞ്ചിനീയർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട്, അല്ലാതെ ഈ ബസ് ടെർമിനലുമായിട്ട് യാതൊരു കേസും ഇല്ല. അങ്ങനെയുള്ള ഒരു അന്വേഷണവും ഇല്ല, നിലവിലില്ല. നവകുമാർ KSRTC ചീഫ് എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്താണ് ബസ് ടെർമിനലിന്റെ നിർമ്മാണ കരാർ ഉണ്ടാകുന്നത്. ഈ സമയത്ത് TP സെൻകുമാർ ആയിരുന്നു KTDFCയുടെയും KSRTCയുടെയും MD. KSRTCയും KTDFCയും തമ്മിലുണ്ടാക്കിയ കരാറിൽ നവകുമാറിനെ റിട്ടയർമെന്റിന് ശേഷം KTDFC ചീഫ് എഞ്ചിനീയർ ആക്കണം എന്ന് വ്യവസ്ഥയായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. പദ്ധതി തീരും വരെ ചീഫ് എഞ്ചിനീയറായി പ്രവർത്തിക്കാമെന്നിരിക്കെ നവകുമാർ ബോധപൂർവം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചതായും പരാതിയുണ്ട്. വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ സാമഗ്രികൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതും വിജിലൻസ് അന്വേഷണത്തിന് കാരണമാണ്. KSRTCയുടെ സ്വപ്ന പദ്ധതിയായ ബസ് ടെർമിനലുകളുടെ നിർമ്മാണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമായതിനു പിന്നാലെയാണ് ചീഫ് എഞ്ചിനീയറുടെ പുറത്താകലും അഴിമതി ആരോപണവും. KSRTC ചീഫ് എഞ്ചിനീയറായി വിരമിച്ചയാളെ ഈ പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയറാക്കിയത് ആരുടെ താൽപ്പര്യമാണെന്ന ചോദ്യവും അവശേഷിക്കുന്നു. സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.